എംഎൽഎമാരെ അടർത്തി മാറ്റുമ്പോൾ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ബി.ജെ.പിക്ക് നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി കേവല ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 32 സീറ്റുകൾ അവർ ലീഡ് ചെയ്യുന്നു. 57 സീറ്റുകളിലെ ഫലസൂചനകൾ ഇപ്പോൾ 24 ആയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. 32 സീറ്റുകളിൽ ബി.ജെ.പി, ഒരു സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുകയാണ്. അതായത് 4 സീറ്റുകളിൽ ലീഡ് നേടിയാൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ലീഡ് ചെയ്യുവാനായിട്ട് ബി.ജെ.പിക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ട്രെൻഡ്. മാജിക് ബോൾ നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി സിറ്റിംഗ് സീറ്റുകളിൽ ബി.ജെ.പി മുന്നേറിയിട്ടുള്ളത് എന്ന്. കിരൺ, ഏത് രീതിയിലാണ് ഇപ്പോൾ ഏതെല്ലാം മേഖല തിരിച്ചാണ് എന്നുള്ള കണക്കുകൾ പോലും കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ബി.ജെ.പിയുടെ ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത്? മഞ്ജുഷ, ഇതിൽ ഏറ്റവും പ്രധാനം ആം ആദ്മി പാർട്ടി എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ തുണച്ചിരുന്നത് ലോ ഇൻകം, താരതമ്യേന ദരിദ്രരായ മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ, ഇടത്തരക്കാരായ മനുഷ്യർ, ഈ രണ്ട് ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ തുണച്ചിരുന്നത്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ പരിശോധിച്ച് നോക്കാം. 24 സീറ്റുകളാണ് അവിടെ താരതമ്യേന കുറഞ്ഞ വരുമാനക്കാർക്ക് ആധിപത്യമുള്ളത്. അവർ നിർണ്ണയിച്ചാൽ വിജയം നിശ്ചയിക്കാൻ കഴിയുന്ന സീറ്റുകളുള്ളത്. അവിടെ നിന്ന് 8 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായത്. ഇതെല്ലാം ആം ആദ്മി പാർട്ടി വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ആ 8 സീറ്റിൽ 7 സീറ്റും കിട്ടിയത് ബി.ജെ.പിക്കാണ്. ആം ആദ്മി പാർട്ടിയെ ഉറപ്പായും തുണയ്ക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ്. ആ ആളുകളടക്കം ആം ആദ്മി പാർട്ടിയെ കൈവിട്ടിരിക്കുന്നതാണ് നിലവിലെ സൂചനകൾ നൽകുന്നത്. ആ 8 സീറ്റിൽ 7 സീറ്റും ബി.ജെ.പി കൊണ്ടുപോയി, ഒരു സീറ്റ് കോൺഗ്രസിലേക്ക് വന്നു. ഇനി നമുക്ക് മിഡിൽ ഇൻകം ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാനമായും നികുതി ഇളവിലൊക്കെ, ഇൻകം ടാക്സ് ഇളവിലൊക്കെ വന്നതിന്റെ പ്രതിഫലനം അവിടെയും ബി.ജെ.പി 11 സീറ്റുകളിലാണ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. 18 മാറും 24 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആ 26-ൽ നിലവിലെ സൂചന അനുസരിച്ച് ബാക്കി സീറ്റുകളിലെ സൂചനകൾ വരാനുണ്ട്. 11 സീറ്റുകളും ബി.ജെ.പി വന്നു. 11 സീറ്റുകൾ നഷ്ടപ്പെട്ടത് ആം ആദ്മി പാർട്ടിക്കാണ്. മധ്യവർഗത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇതുവരെ ഫലം പുറത്തു വന്ന 11 സീറ്റുകളിൽ 11 സീറ്റിലും ബി.ജെ.പിക്ക് തന്നെയാണ് ആധിപത്യമുള്ളത്. ലോവർ മിഡിൽ ക്ലാസും അതോടൊപ്പം തന്നെ ലോവർ മിഡിൽ ക്ലാസും സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലെല്ലാം ബി.ജെ.പി കടന്നു കയറുന്നു. പ്രത്യേകിച്ച് മധ്യവർഗത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും ബി.ജെ.പി കടന്നുകയറ്റം. അതാണ് 11-ൽ 11 സീറ്റും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ട് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയുടെ ആം ആദ്മി പാർട്ടി ജയിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണ പിടിച്ചെടുത്തിരിക്കുന്നത് 26 സീറ്റിൽ ബി.ജെ.പി ആണ് അധികം പിടിച്ചെടുക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 27 സീറ്റാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച 27 ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളാണ് ബി.ജെ.പി ഇത്തവണ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ നേരത്തെ നോക്കിയാലറിയാം, കഴിഞ്ഞ തവണത്തെ ഈ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു ആകെ ബി.ജെ.പിയുടെ കാവി നിറമുണ്ടായിരുന്നത്. അതൊന്ന് വ്യത്യസ്തമായി മുഴുവൻ സ്ഥലങ്ങൾ, ഡൽഹിയിലെ ഏതെല്ലാം മേഖലയുണ്ടോ ആ